അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റമൂസ് ഔഖാഫ് പങ്ക്ച്വേഷൻ മാർക്സുകളെ കുറിച്ചാണ്. വിരാമചിഹ്നങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ज़ैल की अलामतों को देखें और उनके मायनो अहमियत पर और कीजिए. താഴെയുള്ള ചിഹ്നങ്ങളെ നോക്കൂ, അതിൻ്റെ അർത്ഥവും പ്രാധാന്യവും നിങ്ങളൊന്ന് ചിന്തിക്കൂ. എന്തൊക്കെയാണ് ചിഹ്നങ്ങൾ? പ്ലസ്, മൈനസ്, അതുപോലെ ഒരു അപ്പോസ്ട്രോഫി പോലെയുള്ള ഒരു ചിഹ്നം, അതുപോലെ മൾട്ടിപ്പിൾ, അതുപോലെ ഡിവൈഡ്, അതുപോലെ ഈക്വൽ ടു, പിന്നെ റേറ്റ് അല്ലേ. ഇങ്ങനെയുള്ള ചിഹ്നങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത്. ഉൻ അലാമത്തോ കോ ഇസ്തേമാൽ ഹിസാബ് കെ സവാലാത്ത് ഹൽ കർനെ കെ ലിയെ കിയാ ജാതാ ഹൈ. ഈ ചിഹ്നങ്ങളുടെ ഉപയോഗം മാത്സ് കണക്കിൻ്റെ സവാലാത്ത് പ്രോബ്ലങ്ങളെ ഹെൽ കർനെ കെ ലിയെ സോൾവ് ചെയ്യാൻ കിയാ ജാതാ ഹൈ ഉപയോഗിക്കപ്പെടുന്നു. ഇസി തുറ ഇതുപോലെ തന്നെ സേർ, കസർ, ജബർ, ഫത്ഹ്, പേഷ്, ദുമ്മ്, തശ്ദീദ്, ഷദ് ഓർ ജസ്ം, സുക്കൂന് ഇറാബ് ഹെ മറ്റുള്ള ഇറാബുകളുമാകുന്നു. ഉൻക ഇസ്തേമാൽ അവയുടെ ഉപയോഗം അൽഫാദ് കെ തലഫുദ് കെ ലിയെ കർത്തെ ഹെ അൽഫാദ് ലഫ്ലുകളെ ഉച്ചരിക്കാൻ വേണ്ടിയാണ്. അവിടെ തോയിന് ഒരു പുള്ളി കൊടുക്കണം, തലഫുദ് എന്നാണ്. തലഫുദ് കെ ലിയെ കർത്ത ഹെ ഈ ലഫ്ലുകളൊക്കെ ഉച്ചരിക്കാൻ വേണ്ടിയാണ്. കുച്ച് അലാമത്തേം കുറച്ച് അലാമാത്തുകൾ ഹം ഇബാറത്ത് മേം നമ്മൾ എയ്ത്തിൽ, ഇബാറത്താണ് എയ്ത്ത്, ഹം ഇബാറത്ത് മേം ബി ഇസ്തിമാൽ കർത്ത ഹെ നമ്മൾ എയ്ത്തിലും ഉപയോഗിക്കുന്നു. इसलिए के इबारत में जग जगह ठहरना भी पड़ता है. അത് കാരണത്താൽ എയ്ത്തിൽ ചില സ്ഥലങ്ങളിൽ ടഹർന ബി പടുത്ത ഹെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ടഹർന എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക. കഹേം ലഹ്ജമേം ചില സ്ഥലങ്ങളിൽ ഉത്താർ ചടാവോക്കി ലിഹാസ് കയറ്റ ഇറക്കങ്ങളിൽ. ഉത്താർ എന്ന് പറഞ്ഞാൽ കയറ്റം, ചടാവ് പറഞ്ഞാൽ ഇറക്കം. ഉത്താർ ചടാവോക്കെ ലിഹാസ് നമ്മൾ ചില ലഹജ എന്ന് പറഞ്ഞാൽ സംസാര ശൈലി. ചില സംസാര ശൈലികളിൽ നമ്മുടെ സംസാരത്തിൻ്റെ കയറ്റ ഇറക്കങ്ങളെ ലഹാദിസ് അത് ശ്രദ്ധിച്ച് ആവാസ് ശബ്ദം ധീമി ആവാസ് ധീമി എന്ന് പറഞ്ഞാൽ കുറക്കുക. യാ തേസ് കൂട്ടുക, തേസ് തന്നെ കൂട്ടുക. കർണി പടുത്തി ഹെ ചെയ്യേണ്ടി വരും. അതായത് ചില സ്ഥലങ്ങളിൽ സംസാരത്തിൻ്റെ കയറ്റ ഇറക്കങ്ങളെ ശ്രദ്ധിച്ച് ചിലപ്പോൾ ശബ്ദം കുറയ്ക്കേണ്ടി വരും. ആവാസ് ധീമി എന്ന് പറഞ്ഞാൽ ശബ്ദം കുറക്കുക. തേസ് കർണ അല്ലെങ്കിൽ ശബ്ദം കൂട്ടേണ്ടി വരും. ഓക്കെ. കബി വഖഫ ദേന ചില സ്ഥലങ്ങളിൽ വഖഫ് നൽകേണ്ടി വരും. യാ ലഹജേക്കോ തബ്ദീൽ കർണ ബി ജറൂരി ഹോത്താ ഹെ ചില സ്ഥലങ്ങളിൽ വഖഫ് നൽകുമ്പോൾ സംസാര ശൈലിയെ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? തബ്ദീലി കർണ ബി ജറൂരി ഹോത്താ ഹെ അനിവാര്യമാകും. ഇസി തുറ കുച്ച് അലാമത്ത് ഹെ ഇതുപോലെ കുറച്ച് അലാമത്തുകൾ ഉണ്ട്. ജോ വഖഫോം യാ ലഹജാക്കി തബ്ദീലിക്ക് ജോഹിർ കർത്തി ഹെ ഇങ്ങനെയുള്ള ചില അലാമത്തുകൾ ഉണ്ട്. അവ വഖഫ് ചെയ്യുമ്പോൾ ലഹജയുടെ മാറ്റത്തെ വ്യക്തമാക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചില അലാമത്തുകൾ ഉണ്ട്. അവകൾ വഖഫ് ചെയ്യുമ്പോൾ നമ്മുടെ ലഹജ, നമ്മുടെ സംസാര ശൈലിയെ മാറ്റുന്നത് ലോഹിർ കർത്തിഹ അത് വ്യക്തമാക്കുന്നു. അത് എപ്പോഴും നമ്മൾ സംസാരിക്കുക ഒരേ ശൈലിയിലും ഒരേ ശബ്ദത്തിലും ഒരേ ഒച്ചയിലൊന്നും ആയിരിക്കില്ല. ചില സമയങ്ങളിൽ നമ്മൾ ശബ്ദം പറ്റ കുറച്ച് താഴ്ത്തിയിട്ട് സംസാരിക്കും. ചില സമയങ്ങളിൽ ശബ്ദം ഉയർത്തിയിട്ട്, ദേഷ്യത്തിൻ്റെ സമയങ്ങളിൽ ശബ്ദം ഉയർത്തിയിട്ട് സംസാരിക്കും. ചിലപ്പോൾ ഇടറിക്കൊണ്ട് സംസാരിക്കും. അങ്ങനെ പല നിലക്കാണ് നമ്മൾ സംസാരിക്കുക. അപ്പോഴൊക്കെ നമ്മുടെ ലഹജക്ക്, നമ്മുടെ സംസാര ശൈലിക്ക് എന്ത് വരുന്നുണ്ട്? മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് ഓരോ മാർക്കും, പങ്ക്ച്വേഷൻ മാർക്കും അതാത് സ്ഥലത്ത് യോജിച്ച സ്ഥലത്താണ് ഓരോ പങ്ക്ച്വേഷൻ മാർക്കും കൊടുക്കുക. ഓ ഖാസ് അലാമത്തേൻ ചില ആ പ്രത്യേകമായ ചിഹ്നങ്ങൾ ജോ ഇബാറത്ത് കോ എയ്ത്തിനെ സൊഹീ തൂർ പർ പഠനെ കേലിയെ എയ്ത്തിനെ യഥാർത്ഥ രൂപത്തിൽ വായിക്കാൻ വേണ്ടിയിട്ട് ജറൂരി ഹോത്തി ഹെ അനിവാര്യമാകുന്നു. ഉന്നയം റുമൂസ് ഔഖാഫ് കഹത്ത ഹെ അതിനെ നമ്മൾ റുമൂസ് ഔഖാഫ് പങ്ക്ച്വേഷൻ മാർക്സ് എന്ന് പറയുന്നു. नीचे दिए गए जुमलों को ആവാസെ ബുലന്ദ് പടേ താഴെയുള്ള കുറച്ച് ജുംലകളെ ഉച്ചത്തിൽ വായിക്കൂ. കോളം അലിഫുണ്ട്, കോളം ബേ ഉണ്ട് അല്ലേ. മേള എന്ന് പറഞ്ഞാൽ ചന്ത. മേളേമേൻ ചന്തയിൽ മറുത് പുരുഷന്മാർ
ഔറത്തേം സ്ത്രീകൾ ബച്ചെ കുട്ടികൾ ഓർ ബൂട്ടെ വൃദ്ധന്മാർ സബി മൗജൂദത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇനി കോളം ബി നോക്കൂ. മേളയമേം മേളയിൽ ചന്തയിൽ മർദ് പുരുഷന്മാർ, അതിനുശേഷം ഒരു കോമ, ഔറത്തേം സ്ത്രീകൾ, ബച്ചേം കുട്ടികൾ, ഓർ ബൂട്ടെ വൃദ്ധന്മാർ, സബി മൗജൂദത്തെ എല്ലാവരും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് നമ്മൾ പറയല്. ഇങ്ങനെ മേളയമേം മർദ് ഔറത്തേം ബച്ചേം ഓർ ബൂട്ടെ സബി മൗജൂദത്തെ അങ്ങനെ പറയുന്നതിനേക്കാൾ നമ്മളിങ്ങനെ ഓരോ കോമ ഇട്ടാണ് പറയാം. മേളയമേം മർദ് അവിടെ ഒന്ന് നിർത്തും, ചെറിയ കുറച്ച് ഒന്ന് നിർത്തും. ഔറത്തേം ബച്ചെ ഓർ ബൂട്ടെ ലാസ്റ്റാണ് ഈ ഔർ കൊണ്ടുവരിക. നമ്മളെ കൺജക്ഷനായ ഔർ ലാസ്റ്റാണ് കൊണ്ടുവരിക. ഓർ ബൂട്ടെ സബി മൗജൂദത്തെ ഇങ്ങനെയാണ് ഉപയോഗിക്കുക. ഇനി അടുത്ത സെന്റൻസ്. ജബാൻ ഖയാലാത്ത് ഇദ്ഹാർ കാ ഏക് ജരിയ ഹൈ. ജബാൻ ഭാഷ, ലാംഗ്വേജ് എന്ന് പറയുന്നത് ഖയാലാത്ത് നമ്മുടെ ചിന്തകൾ, ഖയാലാത്ത് ഇദ്ഹാർ കാ നമ്മുടെ ചിന്തകൾ വ്യക്തമാക്കാനുള്ള ഏക് ജരിയ ഹൈ ഒരു മാർഗമാകുന്നു, ഒരു വഴിയാകുന്നു. ഇനി നോക്കൂ, ഇപ്പുറത്ത് നോക്കൂ. ജബാൻ അവിടെ നിന്ന് നിർത്തി, ജബാൻ ഒരു കോമട്ട് എടുത്തു, എന്നിട്ട് ഖയാലാത്ത് കാ ഇദ്ഹാർ കാ ഏക് ജരിയ ഹൈ നമ്മുടെ ചിന്തകൾ വ്യക്തമാക്കാനുള്ള ഒരു വഴിയാകുന്നു, അങ്ങനെയാണ് പറയാം. ഇനി അചാനക് പെട്ടെന്ന് മൗസിം ബദൽ ഗിയ നമ്മുടെ അന്തരീക്ഷം ക്ലൈമറ്റ് മാറി. ടണ്ടി ഹവ ചലന ലഗെ എന്നിട്ട് തണുത്ത കാറ്റ് ചലിക്കാൻ തുടങ്ങി. ബാദൽ മേഘം ഗിർ ആയെ മൂടി. ഗിർ ആന എന്ന് പറഞ്ഞാൽ മൂടുക പോലെ. അന്തേര ചാ ഗയ ഇരുട്ട് വ്യാപിച്ചു. ചാ ജാന എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക. ചാ ജാന എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക. അതിനെ ശരിക്കും എങ്ങനെ ചെയ്താ? അചാനക് പെട്ടെന്ന് മൗസിം ബദൽ കിയ ക്ലൈമറ്റ് മാറി, അവിടെ ഒരു കോമ കൊടുത്തു. ടണ്ടി ഹവ ചലനയിലേക്ക് തണുത്ത കാറ്റ് ചലിക്കാൻ തുടങ്ങി. ബാദൽ ഗിർ ആയെ മേഘം മൂടി. അന്തേര ചാകയ ഇരുട്ടി വ്യാപിച്ചു. അങ്ങനെ കോമ ഇട്ടാണ് പറയാ. തും ദില്ലി കബ് ആവോങ്കെ നീ ഡൽഹിയിൽ എപ്പോഴാണ് വരിക? അവിടെ ഒരു ചോദ്യമാണ്, ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടില്ല. ഇപ്പുറത്ത് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു. തും ദില്ലി കബ് ആവോങ്കെ അല്ലേ? ഷബാസ്, ഷബാഷ് നമ്മൾ മലയാളത്തിൽ തന്നെ പറയുന്നുണ്ട്. ഷബാസ് ഷാബാസ് പറയലില്ലേ? അത് ഷാബാസ് എന്ന് പറഞ്ഞാൽ വെൽഡൻ, കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയില്ലേ? അഭിനന്ദനങ്ങൾ, അഭിനന്ദനം എന്ന് പറയില്ലേ? അതിനാണ് ഷാബാഷ് ഉപയോഗിക്കൽ. അപ്പോൾ ഷാബാഷ് ഇസി തൊറ മെഹനത്ത് കർത്തോ, ഇതേപോലെ അധ്വാനിക്കൂ. ഷാബാസ് ഇസി തൊറ മെഹനത്ത് കർത്തയോ. ഫസ്റ്റത്തെ അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തില്ല. രണ്ടാമത്തിൽ ഷബാസ് വെൽഡൻ അങ്ങനെ നോട്ട് ചെയ്തോളൂ. ഷാബാഷ് വെൽഡൻ അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കൊടുത്തു. അങ്ങനെ കൊടുക്കണം, എന്നാലേ അതൊരു അത്ഭുതത്തിന് എന്ന് മനസ്സിലാവുകയുള്ളൂ. പിന്നെ ചടാനോക്കി കൈ കിസ്മേഹെ പാറകൾ വ്യത്യസ്ത ഇനമുണ്ട്. തേദാർ ചടാനെ നേർത്ത പാറകൾ, ആതിശയം ചടാനെ വോയറ ചൂടുള്ള പാറകൾ മറ്റുള്ളതും. ഇനി അടുത്ത ബി കോളം നോക്കുക. ചടാനോക്കി കൈ കിസ്മേഹെ പാറകളുടെ വിവിധ രൂപങ്ങളുണ്ട്. തേദാർ ചടാനെ നേർത്ത പാറകൾ, ആതിശയം ചടാനെ ചൂടുള്ള പാറകൾ വോയറ മറ്റുള്ളത്. അവിടെ തേദാർ തന്നെ ഉള്ളൂ കേട്ടോ, അവിടെ ഹാ ഇല്ല. പിന്നെ നെക്സ്റ്റ് സെൻറ്റൻസ്. നൻഗെ സർ നൻഗെ നൻഗെ സർ എന്ന് പറഞ്ഞാൽ തല മറക്കാതെ എന്നാണ് അർത്ഥം കേട്ടോ. അത് നോട്ട് ചെയ്യുക. നൻഗെ സർ തല മറക്കാതെ. തെർലോജൻ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ്. ഒരാളുടെ പേരാണ്. അപ്പോൾ നൻഗെ സർ തല മറക്കാതെ തെർലോജൻ കിസി കതിർ തന്നെ അല്പം, കിസി കതിർ അല്പം, ബോഗിലാന എന്ന് പറഞ്ഞാൽ സംഭ്രമിക്കുക. ബോഗിലാക്കർ സംഭ്രമിച്ച് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. മേം നൻഗെ സർ ഞാൻ തല മറക്കാതെ നഹിം ജാവൂങ്ക പോവുകയില്ല. അതിൻ്റെ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. നൻഗെ സർ തല മറക്കാതെ, മൂപ്പര് ഒരു അത്ഭുതപ്പെട്ടുകൊണ്ട് പറയാണ്. നൻഗെ സർ തല മറക്കാതെ. തെർലോജനെ കിസി കതിർ, തെർലോജനെ അല്പം, ബോഗിലാക്കർ സംഭ്രമിച്ചു കൊണ്ട് പറഞ്ഞു. മേം നൻഗെ സർ നഹിം ജാവൂങ്ക ഞാൻ തല മറക്കാതെ പോവുകയില്ല. കണ്ടോ? ഒക്കെ ഇൻവെർട്ടഡ് കോമയിലൊക്കെ ഇട്ടുക്കണം. ഞാൻ അടുത്തത് ഇന്ത്യ ഗേറ്റ് അല്ലെ. ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലാകുന്നു. ഇന്ത്യ ഗേറ്റ് ഡൽഹിയിലാകുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്തു. കണ്ടോ? ഉറുദുവിൽ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക ഇങ്ങനെ ഒരു ചെറിയ ഐഫണായിട്ടാണ്.
ചെറിയ കുത്ത് മാത്രമല്ല, നമ്മൾ ഉറുദുവിൽ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക ഇങ്ങനെ ചെറിയൊരു ഐഫൺ ആയിട്ടാണ്. കണ്ടില്ലേ, അതിൻ്റെ ലാസ്റ്റ് എല്ലാ ജുംലൻ്റെ ലാസ്റ്റ് ഇങ്ങനെ രണ്ടാമത്തെ കോളത്തിൽ എല്ലാ ജുംലൻ്റെ ലാസ്റ്റ് ഇങ്ങനെയുള്ളൊരു ഐഫൺ ഉണ്ട്. ഇൻ ജുംലോക്കോ റോഷിനിമേം, ഈ ജുംലകളുടെ വെളിച്ചത്തിൽ. അപ്പോൾ ഓർ കീജിയെ, ഒന്ന് ചിന്തിക്കൂ. ഹർ ജുംലയ്ക്ക് ആഹ്റമേം നഷാൻ, എല്ലാ ജുംലകളുടെയും അവസാനത്തിൽ നഷാൻ, ഇങ്ങനെയുള്ളൊരു ചിഹ്നം. നഷാൻ എന്ന് പറഞ്ഞ ചിഹ്നം, ഇങ്ങനെയുള്ള ഒരു ഐഫൻ്റെ ചിഹ്നം ഉണ്ട്, അതായത് ഫുൾ സ്റ്റോപ്പാണത്. നഷാൻ ലഗായ കിയാ ഹെ, ഇങ്ങനെയുള്ള ഒരു ചിഹ്നം ചേർക്കപ്പെട്ടിട്ടുണ്ട്. ലഗാന എന്ന് പറഞ്ഞാൽ ചേർക്കുക. ഓ നഷാൻ, ഇത്തരത്തിലുള്ള ചിഹ്നം. ജോ ജുംലോക്കെ, ഏതൊരു ജുംലയുടെ ഹത്തും ഹോനേപ്പർ, അവസാനത്തിൽ ലഗാത്ത ഹെ ചേർക്കുന്നുവോ, ഉസെ ഹത്മ, അവയ്ക്ക് ഹത്മ കഹത്തെ ഹെ, ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്നു. അല്ലേ? ജഹാം बोलते या लगते हुए कुछ मुख्तलिफ चीज़ों को जिक्र हो तो हम एक का नाम ले कर थोड़ा ठहरना चाहिए. അല്ലേ? ജഹാം ചില സ്ഥലങ്ങൾ, ജഹാം ചിലപ്പോൾ, ചില സ്ഥലങ്ങളിൽ ബോൾത്തെ യാ ലിഖ്തേ ഹോ, പറയുമ്പോഴോ എഴുതുമ്പോഴോ കുച്ച് മുഖ്തലിഫ് ചീസോं का जिक्र हो, ചില വ്യത്യസ്ത വസ്തുക്കളുടെ പറയാനുണ്ടാകും. തോ അപ്പോൾ ഹം ഏക് കാ നാം ലേ, ഹം ഏക് കാ നാം ലേക്കർ, ഒരു വസ്തുവിൻ്റെ പേര് കൊണ്ടുവന്ന് തോട ടഹർന ചാഹിയെ, കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, വ്യത്യസ്തമായ വസ്തുക്കളുടെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചു നേരം വഖഫ് ചെയ്യണം, കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്യണം. അതിനെന്താണ് പറയാൻ നമുക്ക് നോക്കാം. കിസി ഏക്ക് ലഫ്ദ്, ഏതെങ്കിലും കിസി ഏക്ക് ലഫ്ദ്, ഏതെങ്കിലും ലഫ്ദോ യാ ഫിക്ര, ഫിക്രക്കോ ബാദ്, ഫിക്രയുടെയും ശേഷം തോടാസ ടഹർനെ കേലിയെ, കുറച്ചു നേരം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ജോ അലാമത്ത്, ഏതൊരു അലാമത്താണോ ഇസ്തിമാൽ കി ജാത്തി ഹെ, ഉപയോഗിക്കപ്പെടുന്നത്, ഉസെ സക്ത, അവക്ക് സക്ത, കോമ കഹത്തെ ഹെ, കോമ എന്ന് പറയുന്നു. അപ്പോൾ കോമക്ക് ഉറുദുവിൽ പറയാ സക്ത എന്നാണ്. ജഹാം ടഹ്റാഓ സറ സിയാദ ഹോത്ത ഹെ, ചില സ്ഥലങ്ങളിൽ നമ്മളെ സ്റ്റോപ്പിങ് സറ എന്നാൽ കുറച്ച് സിയാദ ഹോത്ത ഹെ, അധികം ഉണ്ടാവും. കുറച്ച് അധികമായി നമുക്ക് ചില സ്ഥലങ്ങളിൽ വഖഫ്, അതായത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. സക്തേസെ സറ തൊവീൽ ടഹ്റാവോ, സക്തയേക്കാളും കോമയേക്കാളും അല്പം അധികമായി സ്റ്റോപ്പ് ചെയ്താൽ വഖഫ കഹലാത്ത ഹെ, അതിനെന്ത് പറയുന്നു? വഖഫ എന്ന് പറയുന്നു. അതായത് ഇങ്ങനെയുള്ള ചിഹ്നം, അതിനെ ഇംഗ്ലീഷിൽ എന്താ പറയുക? വഖഫക്ക് സെമിക്കോളൻ അല്ലേ? ഇങ്ങനെയുള്ള ചിഹ്നത്തിന് സെമിക്കോളൻ എന്നാ പറയുക. SEMICOLON, സെമിക്കോളൻ എന്ന് പറയുന്നു. कोई बात कहकर उससे मुतअल्लिक जब तफसील बयान करनी होती है, ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കേണ്ടി വരുന്നു. ഓ നഷാൻ, അങ്ങനെയുള്ള ചിഹ്നങ്ങൾ. ജോ കിസി ഷഖ്സ്, ഏതെങ്കിലും വ്യക്തിയെയോ, യാ ബാത്ത്, ഏതെങ്കിലും സംസാരം, കി തഫ്സീൽ ബയാൻ കർനെ സെ പഹലെ, ഏതെങ്കിലും വ്യക്തിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംസാരത്തെയോ വിശദീകരിക്കുന്നതിന് മുമ്പ് ലഗാത്താഹെ ചേർക്കുന്നു. ഉസേ റാബിത്ത കഹ്താഹെ, അതിന് റാബിത്ത എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ചിഹ്നം അതിന് കോളൻ എന്നാണ് പറയുക. COLON, കോളൻ എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയെയോ വിശദീകരിക്കുന്നതിന് മുമ്പ് ചേർക്കുന്നത്. ഇപ്പോൾ ഗാന്ധിജി കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ 2 കുത്തു കൊടുക്കും, എന്നിട്ടാണ് അയാളെ വിശദീകരിക്കുക. അതുപോലെ എന്തെങ്കിലും ഒരു പ്രതിഭാസം, എന്താ പറയുക, ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മാരുതി കാർ, എന്നിട്ട് 2 കുത്തെടുക്കും, എന്നിട്ടാണ് അതിനെക്കുറിച്ച് വിശദീകരിക്കുക അല്ലേ? അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെയോ ഒരു കാര്യത്തെയോ വിശദീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ കൊടുക്കുന്ന ഈ ചിഹ്നത്തിനാണ് റാബിത്ത് കോളൻ എന്ന് പറയുന്നത്. ജഹാം സവാലിയ ലഹജ ഹോത്ത ഹെ, ചില സ്ഥലങ്ങളിൽ ചോദ്യചിഹ്നം ഉണ്ടാകും, ചോദ്യ ശൈലി ഉണ്ടാകും. സവാലിയ ലഹജയ്ക്ക് ഇദ്ഹാർ കേലിയെ, ഇങ്ങനെ ചോദ്യ ശൈലിയെ ഇദ്ഹാർ കേലിയെ വ്യക്തമാക്കാൻ വേണ്ടി ജുംലയ്ക്ക് ആഹ്റമേം, ജുംലയുടെ അവസാനത്തിൽ ജോ നിഷാൻ ലഗായ ജാത്തി ഹെ, ഏതൊരു ചിഹ്നമാണോ ചേർക്കുന്നത്, ഉസേ സവാലിയ നഷാൻ
ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നു. കഹത്തെ അവർക്ക് എന്ത് പറയുന്നു? ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നു. ജഹാം കിസി കി ബാത്ത് യാ കൗലുക്കോ നക്കിൽ കിയാ ജാത്ത ഹൈ. ചില സ്ഥലങ്ങളിൽ ആരുടെയെങ്കിലും സംസാരത്തെയോ അവരുടെ വാക്കുകളെയോ നക്കിൽ കിയാ ജാത്ത ഹൈ, ഉദ്ധരിക്കേണ്ടി വരും അല്ലേ? ഇപ്പോൾ ഗാന്ധിജി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഗാന്ധിജിയുടെ ആ കൗല് നമുക്ക് ഉദ്ധരിക്കേണ്ടി വരും. ആ ടൈമിൽ എന്താണ് നമ്മൾ ഉപയോഗിക്കുക? കിസി കി ബാത്ത്, ആരുടെയെങ്കിലും സംസാരം, ബാത്ത്ക്കോ ഉസിക്ക് അൽഫാദ്മേം, അവൻ്റെ ലഫ്ലായിട്ട് തന്നെ, ആരുടെയെങ്കിലും സംസാരത്തെ ആരുടെ ലഫ്ലായിട്ട് തന്നെ നക്കിൽ കർത്തേ ഹുയെ ഉദ്ധരിക്കാൻ വേണ്ടി ജോ അലാമത്ത് ലഗായി ഏതൊരു അലാമത്താണോ ഉപയോഗിക്കുന്നത്, ചേർക്കുന്നത്, ലഗായി ജാതി ഉപയോഗിക്കപ്പെടുന്നത്, ഉസേ വാവേൻ കഹ്തേ ഹെ, അവർക്ക് എന്ത് പറയും? വാവേൻ എന്ന് പറയും. വാവേൻ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടഡ് കോമ, ഇംഗ്ലീഷിൽ വാവേൻ ഇൻവേർട്ടഡ് കോമ, ഇങ്ങനെയുള്ള ചിഹ്നത്തിന് ഇൻവേർട്ടഡ് കോമ എന്നല്ല പറയാം. INVERTED ഇൻവേർട്ടഡ് കോമ കഹ്തേ പറയുന്നു. ജഹാം ഫൗരി ഹൈറത്ത്, പെട്ടെന്നുള്ള സംഭ്രമം, ഇസ്തേജാബ് അത്ഭുതം, ഖുഷി സന്തോഷം, യൗമ് ദുഃഖം, കാലഹജാഹോ, അങ്ങനെയുള്ള ശൈലി എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇങ്ങനെയുള്ള ഇതിനെ എന്തൊക്കെ ഉപയോഗിക്കാം? അതായത് ഹർഫെ നഷാത്ത്, ഉന്മേഷം പ്രകടിപ്പിക്കാനുള്ള ഹർഫുകൾ, പോലെ ഹർഫെ തഹസ്സുഫ്, ദുഃഖം പ്രകടിപ്പിക്കാനുള്ള ഹർഫുകൾ, ഹർഫ് നിദായിൻ്റെ ഹർഫുകൾ, പിന്നെ ജോഷോ ജദ്ബാക്കെ, അതുപോലെ ജോഷന ആഹ്ലാദം വികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കാനുള്ള ഹർഫുകൾ. ജിസ് നഷാൻക്ക് ദരീഹ ദോർ കിയാ ജാത്ത ഹൈ, ഏതൊരു അടയാളം വെച്ചാണോ അതിനെ വ്യക്തമാക്കുന്നത്. ഉസേ ഫുജായിയ നഷാൻ, അതിന് എന്ത് പറയും? എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ന് കഹ്തേ പറയുന്നു അല്ലേ? ജഹാം കിസ് ബാത് കി ഇസാഫി, എവിടെയാണോ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ കൂട്ടിച്ചേർക്കാനോ തൗലീഹി ഷക്കിൽ ഹോ, അല്ലെങ്കിൽ വ്യക്തമാക്കാനോ ഉള്ളത്, അല്ലെങ്കിൽ ദൂസരി സബാൻ ക ലഫ്ദോ, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയുടെ ലഫ്ദ് കടന്നു വന്നു, ഒന്നെങ്കിൽ ആ ജുംലയിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ട്, അല്ലെങ്കിൽ വ്യക്തമാക്കാനുണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഭാഷയുടെ ലഫ്ദ് അതിലുണ്ട് എങ്കിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? കിസി ബാത് കി ഇസാഫി ഷക്കിൽ യാ ദൂസരി സബാൻ में पेश करने के लिए इस बात को जिस अलामत के साथ साथ लिखा जाता है. കിസ് ബാത് കി ഇദാഫി ഷക്കിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ കൂട്ടിച്ചേർക്കാനുള്ള രൂപം, അല്ലെങ്കിൽ ദൂസരി സബാൻ में മറ്റൊരു ഭാഷയിൽ പേഷ് കർണേ കെ ലിയെ അവതരിപ്പിക്കാൻ വേണ്ടി ഇസ് ബാത്ത് കോ, ഈ കാര്യത്തെ ജിസ് അലാമത്ത് കെ സാത്ത്, ഏതൊരു അലാമത്തിൻ്റെ കൂടെയാണ് ലിഖാ ജാത്താ ഹെ എഴുതപ്പെടുന്നത്, ഉസേ കൗസേം കഹ്തേ ഹെ, അതിനെന്ത് പറയുന്നു? ബ്രാക്കറ്റ് എന്ന് പറയുന്നു. കൗസേം ഉറുദുവിൽ ബ്രാക്കറ്റ്. എല്ലാവരും നോട്ട് ചെയ്യുക. അഗർ ഹംവാർ ലഹ്ജാമേ, നമ്മൾ ഒരേ ശൈലിയിൽ, ഹംവാർ ലഹ്ജ എന്ന് പറഞ്ഞാൽ ഒരേ ശൈലിയിൽ ഒരേ സംസാര ശൈലിയിൽ ബി ബോൾത്തെ ഹുയെ ആവാസ് കെ ഉത്താർ ചടാവോ കെ ബി ഒരു മുസൽസൽ, നമ്മൾ ഒരേ ശൈലിയിൽ പറയുകയാണെങ്കിൽ ആവാസ് കെ ഉത്താർ ചടാവോ കെ, ശബ്ദത്തിൻ്റെ കയറ്റ ഇറക്കങ്ങളുടെ ബി ഒരു മുസൽസൽ, ഒരു ക്രമമില്ലാതെ ബോൾത്തെ ജായത്തോ, നമ്മൾ എല്ലാം ഒരുപോലെ ഒരു ക്രമമില്ലാതെ പറഞ്ഞാൽ, അപ്പോൾ സുന്നെ വാലെ കേൾക്കുന്ന ആളുകൾ ഹമാര ബാത്ത്, നമ്മുടെ സംസാരം, ഹമാര ബാത്ത് കാ മത്ലബ്, നമ്മുടെ സംസാരത്തിൻ്റെ ഉദ്ദേശം കുച്ചിക്കാ കുച്ച് സമജ് ലഗ് സക്താ ഹെ, കുച്ചിക്കാ കുച്ച് സമജ്ന എന്ന് പറഞ്ഞാൽ വിപരീതമായി മനസ്സിലാക്കുക. അത് നോട്ട് ചെയ്യുക. കുച്ചിക്കാ കുച്ച് സമജ്ന, വിപരീതമായി മനസ്സിലാകും. നമ്മൾ അപ്പോഴും ഒരേ ശൈലിയിൽ ശബ്ദം കൂട്ടാതെ കുറക്കാതെ ഒരു വിരാമചിഹ്നമൊന്നും ഇടാതെ ഒരേ ശൈലിയിൽ തുടർച്ചയായി പറഞ്ഞാൽ നമ്മുടെ ആശയത്തെ വിപരീതമായി നമ്മൾ കേൾക്കുന്നവർ മനസ്സിലാക്കും. കുച്ചിക്കാ കുച്ച് സമജ്ന എന്ന് പറഞ്ഞാൽ വിപരീതമായി മനസ്സിലാക്കുക. ഇസി തൊറ ലിഖ്തേ ഹുയെ ബി ഹമേം അപ്നി തെഹ്രീർ മേം, ഇസി തൊറിക്കാനത്താൽ ലിഖ്തേ ഹുയെ ബി എഴുതുമ്പോൾ ഹമേം അപ്നി തെഹ്രീർ മേം, നമ്മുടെ എഴുത്തിൽ ടഹ്റാവോ സ്റ്റോപ്പ്, അതുപോലെ അവർ ലഹ്ജോം കെ മുത്താബിക്, നമ്മുടെ സംസാര ശൈലിയുടെ യോജിച്ച് അലാമത്തെ ചിഹ്നങ്ങൾ ലഗാനി ചാഹിയെ നമ്മൾ എന്ത് ചെയ്യണം? ചേർത്ത് കൊടുക്കണം. ഇൻ അലാമത്തോക്കോ, ഇങ്ങനെയുള്ള അലാമത്തുകളെ റമൂസ് ഔക്കാഫ്, പഞ്ച്വേഷൻ മാർക്സ് എന്ന് പറയുന്നു. കഹ്തേ ഹെ പറയുന്നു. റമൂസ് എന്ന് പറഞ്ഞാൽ റംസ് കി ജമ്മ്, റംസിൻ്റെ ജമ്മാണ് റമൂസ്.
നഷാനാത്ത് എന്ന് പറഞ്ഞാൽ ഔക്കാഫ്, അത് വഖഫിക്ക് ജമ്മ്, വഖഫിൻ്റെ ജമ്മാണ് ഔക്കാഫ്. അത് ടെഹ്റാവ്, സ്റ്റോപ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. റുമൂസിൻ്റെ അർത്ഥം നഷാനാത്ത് എന്നും വഖഫിൻ്റെ അർത്ഥം ടെഹ്റാവ് എന്നാണ്. ഓക്കെ, ഇനി ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് ഷോർട്ടാക്കിയിട്ട് പറയുകയാണ് എല്ലാ ഇതുകളും. ജയിലിക്കെ ഹാക്കേമേം ഉൻ റുമൂസോക്ക് താറുഫ് പേഷ് കിയാ ജാതാ ഹൈ. താഴെയുള്ള പട്ടികയിൽ എല്ലാ റംസുകളുടെയും എല്ലാ അടയാളങ്ങളുടെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. അല്ലെ, അലാമാത്ത്, കോമക്ക് ഉറുദുവിൽ സത്ത എന്നാണ് പറയുക. ജുംലമേ മുഖ്തസിർ വഖഫ് കേലിയ, ജുംലയിൽ ചെറുതായിട്ട് ഒന്ന് വഖഫ് ചെയ്യാനാണ് കോമ ഉപയോഗിക്കുക. ഇനി സെമിക്കോളം, അതിന് വഖഫ എന്നാണ് പറയുക സെമിക്കോളത്തിന്, അല്ലേ. അത് സത്തേസ്, നമ്മളെ കോമയേക്കാളും കിസി കതിർ അല്പം തൊവിൽ വഖഫ് കേലിയ, ഒന്നുമാടിയും അധികരിപ്പിച്ച് വഖഫ് ചെയ്യാനാണ് സെമിക്കോളം ഉപയോഗിക്കുക. ഇനി കോളൻ, റാബിത്ത, അതിന് റാബിത്ത എന്നാ പറയുക. മുഫസ്സിൽ, വിശദീകരിക്കപ്പെട്ട. ഹം ഹയാൽ, ഒരേ ആശയമുള്ള, ഹം ഹയാൽ എന്ന ഒരേ ആശയമുള്ള. മുഖ്തസിർ ജുംലോക്കോ, ചെറിയ ജുംലകളെ. ഐസിഹി, അത്തരത്തിലുള്ള. ദൂസരി ജുംലോസെ, മറ്റു ജുംലകളോട്. ജോട്ടിനെ കേലിയെ, കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, കോളം ഉപയോഗിക്കുക. ചെറിയ ജുംലകളെ അത്തരത്തിലുള്ള മറ്റു ജുംലകളുമായി കൂട്ടിച്ചേർക്കാനാണ് എന്ത് ചെയ്യുക, അതേ ആശയമുള്ള മറ്റു ജുംലകളോട് കൂട്ടിച്ചേർക്കാനാണ് കോളം ഉപയോഗിക്കുക. ഇനി ഫുൾ സ്റ്റോപ്പ്, ഖത്മ, ജുംലയ്ക്ക് ഖാത്മെ പെർ, ജുംലയുടെ അവസാനത്തിലാണ് ഇത്. അതുപോലെ ക്വസ്റ്റ്യൻ മാർക്ക്, സവാലിയ, ജുംലമേം സവാലിയ ഇദാർ കേലിയ, ക്വസ്റ്റ്യൻ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എക്സ്ക്ലമേഷൻ മാർക്ക്, എക്സ്ക്ലമേറ്ററി മാർക്ക്, ഫുജായിയ, ജുംലയിൽ കിസി ജദ്ബ, ആരുടെയെങ്കിലും വികാരത്തെ അല്ലെങ്കിൽ യാ തഖാത്തുബ്, അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ എക്സ്ക്ലമേഷൻ മാർക്ക്. നേരിട്ട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ് എക്സ്ക്ലമേഷൻ മാർക്ക്. ഇനി ഇൻവേർട്ടഡ് കോമക്ക് ഉറുദുവിൽ വാവേൻ എന്നാണ് പറയുക. കഹ്നെ വാലേക്ക്, പറയുന്ന ആൾക്ക് അപ്നി അൽഫാദ് ലിഖ്നെ കെ ലിയെ, തൻ്റെ ലഫ്ദുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. പറയുന്ന ആളിൻ്റെ ലഫ്ദുകൾ തന്നെ എഴുതാൻ വേണ്ടിയിട്ടാണ് ഇൻവേർട്ടഡ് കോമ ഉപയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഗാന്ധിജി പറഞ്ഞു ഇന്ത്യയുടെ വികസനം ഗ്രാമങ്ങളിൽ നിന്നാണ്. അങ്ങനെ പറഞ്ഞാൽ അപ്പോൾ ആ ഗാന്ധിജി പറഞ്ഞ ആ കൗലിനെ ഉദ്ധരിക്കാൻ വേണ്ടി അയാളുടെ ആ സംസാരത്തെ തന്നെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് ഈ ഇൻവേർട്ടഡ് കോമ ഉപയോഗിക്കുന്നത്. അതുപോലെ ബ്രാക്കറ്റ്, കൗസേം, ജഹാം കിസി ദൂസരി ജബാൻ ക ലഫ്ദോ, എവിടെയെങ്കിലും മറ്റു ഭാഷകളുടെയൊക്കെ ലഫ്ദ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വിശദീകരിക്കാൻ വേണ്ടി, വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാക്കറ്റ് ഉപയോഗിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.